അർദ്ധാനർദ്ധൗ നമേ സ്ഥിത്യാം ഗത്യാനശയനേന വാം തിഷ്ഠൻ ഗച്ഛൻ സ്വപൻ തസ്മാത് അഹമാസേ യഥാ സുഖം അർദ്ധാനർദ്ധൗ നമേ സ്ഥിത്യാം ഗത്യാനശയനേന വാം തിഷ്ഠൻ ഗച്ഛൻ സ്വപൻ തസ്മാത് അഹമാസേ യഥാ സുഖം സ്ഥിത്യാ ഗത്യാ ശയനേന വാം മേ അർത്ഥാനർത്ഥൗ ന സ്തഃ തസ്മാത് അഹം തിഷ്ഠൻ ഗച്ഛൻ സ്വപൻ യഥാ സുഖം ആസേ. ഇപ്പം മുമ്പേ പറഞ്ഞത് ശരീര സംയോഗമോ വിയോഗമോ ഇല്ലായികയാൽ ഞാൻ സുഖിയായിരിക്കുന്നു. അതിനു മുമ്പ് പറഞ്ഞത് ശാരീരികങ്ങളും വാചികങ്ങളും മാനസികമായ കർമ്മങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് ഞാൻ സുഖിയായിരിക്കുന്നു. ഇവിടെ സ്ഥിത്യ നിൽക്കുന്നത് കൊണ്ടോ ഗത്യ നടക്കുന്നത് കൊണ്ടോ ശയനേനവ കിടക്കുന്നത് കൊണ്ടോ മേ എനിക്ക് അർത്ഥ അനർത്ഥൗ നസ്തഃ നന്മയോ തിന്മയോ നേട്ടമോ കോട്ടമോ ഇല്ല. ഞാൻ ഒന്നറിഞ്ഞിരിക്കുന്നു, എനിക്ക് ഞാൻ നടക്കുന്നത് കൊണ്ടോ നടന്നിട്ടൊരു നേട്ടവുമില്ല, ഇരുന്നിട്ട് യാതൊരു നേട്ടവുമില്ല, നിന്നിട്ട് യാതൊരു നേട്ടവുമില്ല. അപ്പോൾ എന്തിന് നിൽക്കുന്നു, എന്തിന് നടക്കുന്നു, എന്തിനിരിക്കുന്നു? വെറുതെ വെറുതെ. ഒരു നേട്ടത്തിനുമല്ല ഈ കർമ്മങ്ങളൊന്നും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഒരു വലിയ അറിവാണ് ഇതിലെ പ്രധാനം. ഓടണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം വേണം, നടക്കണമെങ്കിൽ അതെന്തിനെങ്കിലും വേണ്ടിയാണ്, നിൽക്കുന്നെങ്കിൽ അതും എന്തിനെങ്കിലും വേണ്ടിയാണ്. അങ്ങനെയാണ് ഇന്ന് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് കഴിയുമ്പോൾ അഷ്ടാവക്ര ഗീതയിൽ അഷ്ടാവക്രൻ പറയുമ്പോൾ പറയും, യഥാർത്ഥത്തിൽ അറിവുള്ളവരെ നിന്ദിക്കുകയാണെന്നുകൂടെ പറയും. എന്തെങ്കിലും ഒരു നേട്ടത്തെ മണി ഓർ കൈൻഡ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഓടിക്കുന്നത്, നടത്തുന്നത്, എടുക്കുന്നത്. ഞാനിവിടെ നിൽക്കുകയാണ് എന്ന് കുട്ടി അച്ഛനോട് പറഞ്ഞാൽ നിനക്കിന്നത് തരാം, ആ വാസന ഉടനെ ഉണർന്നു, അതിനു വേണ്ടി ഓടുകയാണ്. വെറുതെ അച്ഛൻ ഇവിടെ ഇരിക്കുകയാണ്, അമ്മ ഇവിടെ ഇരിക്കുകയാണ്. വീട്ടിൽ പോകാം എന്ന് കുഞ്ഞ് പറഞ്ഞാൽ, പായസമുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നിൽക്കാമെന്ന് പറയുക. അപ്പോൾ വാസന ഉണർന്നു. വാസനാബലത്തിനനുസരിച്ച് വാസനയ്ക്കൊപ്പിച്ച് കിട്ടാവുന്ന വാസനയുടെ ഒപ്പിച്ചുള്ള നേട്ടം എന്ന് പറഞ്ഞത് വളരെ ചെറുത് മതിയാവും. ചിലർക്ക് 2 രൂപ മതിയാവും, ചിലത് 100 രൂപയിൽ നടന്നു എന്ന് വരില്ല.
ഒന്ന് വാതിൽ കിടന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആ വാതൊക്കെ നിൽക്കുന്നവൻ്റെ പോലും വാസനയ്ക്കനുസരിച്ച് ചിലപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ മതി, ഇഷ്ടപ്പെട്ടാൽ കയറ്റി വിടും. അപ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് പൈസയായിട്ട് നിൽക്കുന്നവനുണ്ടാവും, അവിടെ നില്ല്, ഞാൻ പൈസ മേടിക്കുന്ന ആരാ തന്നോട് പറഞ്ഞ്. കഴിഞ്ഞ ആഴ്ച വന്ന് പൈസ കൊടുത്താൽ കയറിപ്പോയത്, ഒരാഴ്ച കൊണ്ട് ഇവൻ ഇത്രയും മാറിയെന്ന് തോന്നി. അപ്പോഴാണ് ഒരാളൊന്ന് ചിരിച്ച് കയറിപ്പോക്കൊള്ളാം. വളരെ കൂളായിട്ട്. ഇപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മേടിച്ചുകൊണ്ട് പോയ പൈസയ്ക്ക്, അതായത് ഇപ്പോൾ പൈസയോട് വെറുപ്പായിരിക്കുന്നത്. ഇപ്പം ഏതോ ഒരു നേട്ടമാണ് നിൽക്കാൻ, കിടക്കാൻ, ഇരിക്കാൻ ഒക്കെ സാധാരണ മനുഷ്യനെ. ഇത് മൃഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. വണ്ടി 1 മിനിറ്റിൽ 4 എണ്ണം വെച്ചോടുന്ന വഴിയിൽ ഒരു പാർശ്വത്തിലിരിക്കുന്ന പൂച്ച മറുപാർശ്വത്തിലിരിക്കുന്ന ഓന്തിനെ കണ്ടാൽ ആ ഓടുന്ന വണ്ടിയുടെ വേഗതയേക്കാൾ വേഗത്തിൽ അതിനെ എനിക്ക് പിടിക്കാൻ കഴിയുമെന്ന മട്ടിൽ ഒരോട്ടമാണ്. ഇടിച്ച് ടയറും കയറി അവിടെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതാണ്. ഈ ചാടുന്ന പൂച്ചയെ കളിയാക്കുന്നവൻ അതിലും കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചെന്ന് വേറൊന്നിലിടിച്ച് മറിയുകയാണ്. എന്താണ് ഈ പൂച്ച ഇവനുമായിട്ട് വ്യത്യാസം? പൂച്ച കോളേജിൽ പോയില്ല, പൂച്ച MD FRCS എന്നൊന്നും എഴുതിയില്ല എന്നല്ലാതെ എന്തു വ്യത്യാസം? നടക്കുകയില്ലാത്ത കാളയ്ക്ക് പുല്ല് മുമ്പിൽ കാണിച്ചാൽ നടക്കാൻ വേഗത കൂടുന്ന പോലെ. മനസ്സിലായില്ല? എറണാകുളത്തു നിന്നൊക്കെ ഈ തൊടുപുഴയ്ക്ക് മുമ്പ് കാളവണ്ടിയിൽ തുണിയും ഇതുമൊക്കെ വരും. ആലുവയിൽ നിന്നായിരുന്നു മുമ്പ് കൂടുതൽ വന്നിരുന്നത്. ആലുവ മാർക്കറ്റ് പോയി. അതിനു മുമ്പ് അരി, പ്രൊവിഷൻ സാധനങ്ങളൊക്കെ ആലുവയിൽ നിന്നാണ് തൊടുപുഴയ്ക്കൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു 10-12 കാളവണ്ടി ഉണ്ടാവും. വണ്ടിക്കാരൻ ഉറങ്ങുകയുള്ളൂ. അതിൽ ഈ കാളയുടെ മുമ്പിൽ ഒരു തടി കഷ്ണത്തിലൊരു കെട്ട് പുല്ല് കെട്ടി വെച്ചേക്കും പഴയ കാളവണ്ടിക്കാർ. അത് ഈ വണ്ടിയുടെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണെന്ന് പാവം കാളയ്ക്കറിയില്ല. അത് ഈ നാക്ക് നീട്ടി ആ പുല്ല് പിടിക്കാൻ ഓടുന്നത് കൊണ്ടാണ് ഇത് സ്പീഡിലെത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാളയെ അഴിക്കുന്നതിന് പുല്ലുകെട്ട് മാറ്റും. എന്നിട്ട് കാളയെ അഴിച്ചു കെട്ടി കച്ചി കൊടുക്കും. പുല്ല് വീട്ടിലുള്ള പശുവിനോ വല്ലതും കൊടുക്കും. കാരണം ഇതവൻ തിന്നാൽ ഇത്രയേ ഉള്ളെന്നറിഞ്ഞാൽ പിന്നെ അവൻ ചിലപ്പോൾ ഓടുകയില്ല. കണ്ടിട്ടില്ല? അപ്പോൾ ആ നേട്ടത്തിനാണ് ഇവൻ ഓടുന്നത്. ഇപ്പം എന്തെങ്കിലും നേട്ടം, അതിനാണ് ഈ ലോകം ഓടുന്നത്. അപ്പം ഞാൻ നിൽക്കുന്നതിനോ ഞാനിരിക്കുന്നതിലോ ഞാൻ കിടക്കുന്നതിലോ എനിക്കൊരു നേട്ടവും ഇല്ല, ഒരു കോട്ടവും ഇല്ല. മുമ്പും ബിംബുമായിട്ട് ഒരു ഭേദവുമില്ല. ഇത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇത് പഠിച്ചപ്പോൾ ഹേ ബ്രഹ്മൻ, ഞാനിങ്ങനെ അറിഞ്ഞിരിക്കുന്നു. സ്ഥിത്യാ മേ അർദ്ധാനർദ്ധൗ നസ്തഃ ഗത്യാ മേ അർദ്ധാനർദ്ധൗ നസ്തഃ ശയനേന വാ മേ അർദ്ധാനർദ്ധൗ നസ്തഃ. നിന്നതുകൊണ്ടോ നടന്നതുകൊണ്ടോ കിടന്നതുകൊണ്ടോ ഒന്നും ഒരു നേട്ടവും എനിക്കില്ല.
ഒരു കോട്ടവും എനിക്കില്ല. ഇത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. തസ്മാത് അതുകൊണ്ട് അഹം തിഷ്ടൻ ഗച്ഛൻ സ്വപൻ യഥാസുഖമാസ്തേ. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ നിന്നും നടന്നും കിടന്നും സുഖമായി കഴിയുന്നു. ഇതിലൊരു പാരഡോക്സ് ഉണ്ട്. കിടന്നിട്ടൊരു സുഖമില്ല, ഇരുന്നിട്ടൊരു സുഖമില്ല, നടന്നിട്ടൊരു സുഖമില്ല. കിടന്നിട്ടൊരു നഷ്ടവുമില്ല, ഇരുന്നിട്ടൊരു നഷ്ടവുമില്ല, നടന്നിട്ടൊരു നഷ്ടവുമില്ല. അതുകൊണ്ട് ഞാൻ ഇരുന്നും കിടന്നും നടന്നും സുഖമായി കഴിയുന്നു. അതാണ് എൻ്റെ. ഇതറിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നു, ഇതറിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നു, ഇതറിഞ്ഞിട്ട് ഞാൻ നടക്കുന്നു. നേട്ടകോട്ടങ്ങളെ ഓർത്തിരിക്കുന്നവനും നടക്കുന്നവനും കിടക്കുന്നവനും സുഖിക്കുന്നില്ല. വളരെ സിമ്പിളാണ്. സ്വപ്നവും കിടപ്പും. കിടക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുക എന്നുള്ളർത്ഥം. സ്വപൻ എന്നുള്ളതിനുണ്ട് കിടക്കുക എന്നുള്ളർത്ഥം. ശയനേന കിടന്നാൽ ഉടനെ സ്വപ്നം കാണാൻ തുടങ്ങുമല്ലോ. ഉണർന്ന് കിടന്ന് കാണുന്നതും ഉറങ്ങിക്കിടന്ന് കാണുന്നതുമായിട്ട് രണ്ട് സ്വപ്നങ്ങളാണല്ലോ കിടപ്പിലുള്ളത്. അതിൽ കുറേ നേരം ഉണർന്ന് കിടന്ന് സ്വപ്നം കാണുന്നതിനിടയിലാണ് കണ്ണടഞ്ഞ് ഉറക്കത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പനേരം അല്ലേ ഉറക്കമുള്ളൂ. ഉറക്കമൊക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ സ്വപ്നമാണല്ലോ, ഉണർന്നും ഉറങ്ങിയുമുള്ള സ്വപ്നം. അതുകൊണ്ടാണ് ശയനം എന്ന് പറയുമ്പോൾ സ്വപൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും, ഇതൊക്കെ ഒരു നേട്ടവും എനിക്കില്ല. അതിലാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. യാതൊരു നേട്ടവും എനിക്കില്ല, ഒരു കോട്ടവും എനിക്കില്ല. അങ്ങനെ ഞാൻ സുഖമായി. അപ്പം നിൽക്കുന്നത് കൊണ്ടോ നടക്കുന്നത് കൊണ്ടോ കിടക്കുന്നത് കൊണ്ടോ എനിക്ക് നന്മയോ തിന്മയോ നേട്ടമോ കോട്ടമോ ഒന്നുമില്ല. അതിനാൽ ഞാൻ നിന്നും നടന്നും ഉറങ്ങിയും സുഖമായി കഴിയുകയാണ്. സ്വപദോ നാസ്തി മേ ഹാനി സിദ്ധിർയത്നവദോ നവാം നാശോല്ലാസൗ വിഹായാസ്മാത് അഹമാസേ യഥാ സുഖം. സ്വപദോ നാസ്തി മേ ഹാനി സിദ്ധിർയത്നവദോ നവാം നാശോല്ലാസൗ വിഹായാസ്മാത് അഹമാസേ യഥാ സുഖം. സ്വപദഃ മേ ഹാനിഹി ന അസ്തി യത്നവദഃ മേ സിദ്ധിവാം ന അസ്തി അസ്മാത് നാശോല്ലാസൗ വിഹായ അഹം യഥാ സുഖം ആസേ. സ്വപദഃ ഉറങ്ങുന്നത് കൊണ്ട്. ഇനി ഞാൻ ഉറങ്ങുന്നു, സ്വപ്നങ്ങളെ കാണുന്നു, ഗാഠസുഷുപ്തിയിലേക്ക് വീഴുന്നു. മേ ഹാനിഹി നാസ്തി, എനിക്ക് ഒരു നഷ്ടവുമില്ല. കിടന്നുറങ്ങിപ്പോയി, ഒരു നഷ്ടവുമില്ല. യത്നവദഃ മേ സിദ്ധിഹി വ നാസ്തി, ഞാൻ യത്നിക്കുന്നവനാണ്, എനിക്ക് നേട്ടവും ഒന്നുമില്ല. ഉറക്കത്തിൽ നേട്ടം ഏതായാലും ഇല്ല. അത് പിന്നെ നേട്ടമില്ല എന്ന് പറയണ്ട. ഞാൻ കിടന്ന് ഉറങ്ങി, കൂടുതൽ ഉറങ്ങിപ്പോയി, പണിയൊന്നും എടുത്തില്ല, ഭൗതികമായൊരു വിഷയവും നേടാൻ പറ്റില്ല ഉറക്കത്തിൽ. എനിക്ക് ഒന്നും ഉറക്കം കൊണ്ട് നഷ്ടം വന്നില്ല. ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ച് ഒന്നും വസ്തുതാപരമായി എനിക്ക് നഷ്ടപ്പെട്ടില്ല. ഞാൻ രാപകൽ ഉറങ്ങാതെ പണിയെടുത്തു, ഒരു നേട്ടവും കിട്ടിയില്ല.
പ്രയത്നം കൊണ്ട് നേട്ടവുമുണ്ടായില്ല, ഉറക്കം കൊണ്ട് നഷ്ടവുമുണ്ടായില്ല. ഞാനെന്നത് കേവലമാണ്, അതിനിതൊന്നും ബാധകമല്ല. അതിൻ്റെ അനുഭവങ്ങളിൽ വർത്തമാനത്തിന് അപ്പുറവും ഇപ്പുറവുമില്ല എന്നും കൂടി തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. സ്വച്ഛന്തവും യാദൃച്ഛികവുമായി ഭവിക്കുന്നതല്ലാത്തതൊന്നും ഒരാൾക്കും വസ്തുതാപരമായി പ്രയോജനപ്പെടുന്നില്ല. അത്രയും തിരിച്ചറിഞ്ഞാൽ ഇത് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാകാൻ. മറ്റത് നേരിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങിക്കുമെന്നാണോ പറയുന്നത്, അല്ല പണിയെടുത്തുമെന്നാണോ പറയുന്നത്? രണ്ടുമല്ല. വസ്തുതാപരമായി അപഗ്രഥിച്ചാൽ പണിയെടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. പണിയെടുക്കുന്നവനും പണിയെടുക്കാത്തവനും എല്ലാം സ്വച്ഛന്തമായി കിട്ടുന്നത് മാത്രമാണ് ഉപയുക്തമാകുന്നത്. അല്ലാതെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. ഇപ്പം ഞാൻ ഉറങ്ങിയെന്നോർത്ത് എനിക്ക് നഷ്ടമില്ല, ഞാൻ യത്നിച്ചു എന്നോർത്ത് എനിക്ക് നേട്ടവുമില്ല. ഇതറിഞ്ഞിട്ട് പണിയെടുക്കുകയോ ഉറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ സുഖമുണ്ട്. ഇതറിയാതെ പണിയെടുത്താലും ഉറങ്ങിയാലും ദുഃഖമാണ്. മനസ്സിലായില്ല? ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരികയില്ല. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ പറ്റുമോ? അതുകൊണ്ടൊക്കെ നേടാനുണ്ട്. എന്നിട്ട് ഈ പണിയെടുത്തിട്ട് എന്ത് നേടും? പണിയെടുത്ത അവനും പണിയെടുക്കാത്തവനും ഭൂമിയിൽ നിന്ന് അത്യാവശ്യം വേണ്ടതൊക്കെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പുതുതൊന്നുമില്ല. മനസ്സിലായില്ല? അത് പിടിയിട്ടില്ല. അവിടെ കിടന്ന സാധനങ്ങളെടുത്ത് ഈ മുറി വെച്ചു, എൻ്റെയാന്ന് പറഞ്ഞു. ശരിയല്ല. ഇതുകൊണ്ട് അനുഭവം വല്ലതും ഉണ്ടോ? 4 പേരേക്കാകെ പൊങ്ങച്ചത്തിന് എൻ്റെയാന്നൊക്കെ പറഞ്ഞു. ശരിയല്ല. എൻ്റെ വീട്, എൻ്റെ ആശ്രമോ, ഞങ്ങളുടെ ബന്ധുവാ. ആ, എൻ്റെ സീറ്റാ. അത് ശരിയാ, ഇതെൻ്റെ സീറ്റാണ്. അപ്പം ഇങ്ങനെ എൻ്റെ എന്ന് പറയാമെന്നല്ലാതെ ഇന്നുച്ചയോടുകൂടി സീറ്റൊക്കെ തീരും. ശരിയല്ല? ഉച്ചയാകുമ്പോൾ ഈ സീറ്റൊക്കെ തീർന്ന് നിങ്ങൾ സ്ഥലം വിടും. നാളെ ഈ സീറ്റ് വേറെ ആളുടെയാണ്. അയാൾ 1 കൊല്ലം പഠിച്ചു കഴിഞ്ഞോ 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞോ ഈ സീറ്റിൽ നിന്ന് മാറും, വേറെ ആളുടെയാണ്. ഇന്ന് എൻ്റെയാണെന്ന് പറയുന്നത് നാളെ വേറൊരുത്തൻ്റെയാണ്. ശരിയല്ല? ഇതാ വസ്തുത. അപ്പം എൻ്റെ എന്നത് എത്രത്തോളം ഉണ്ട് ഈ മേടിച്ച് വെച്ചാലൊക്കെ? പറമ്പിനൊക്കെ പട്ടയെടുത്തു, വളരെ കാര്യമായിട്ട് മേടിച്ചു. നിങ്ങളുടെ അല്ലാതാകാൻ നിങ്ങൾ മേടിച്ചതിനേക്കാൾ 10 പേപ്പർ കൂടുതൽ തന്നാൽ മതി. ശരിയല്ല? നിങ്ങളാകെപ്പാടെ 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചു 1 ഏക്കർ ഭൂമി നിങ്ങളുടെ നാട്ടിൽ. മേടിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരുത്തം വന്നിട്ട് പറഞ്ഞു 15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നുവെന്ന്. ആദ്യം ഒരു തേങ്ങലായി. 5 ലക്ഷം ലാഭം കിട്ടുന്നത്, കൊടുത്തിട്ട് വേറെ വാങ്ങിച്ചാലോ? പിന്നെ ഒന്ന് ആലോചിച്ചു, കൂടുതൽ കിട്ടിയെങ്കിലോ? വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു കട്ടായം 16 തന്നേക്കാം, കൊടുക്കുന്നോ? ഇപ്പോഴേ തരുള്ളൂ, പിന്നെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ പുറകെ ഒരുത്തം വന്നിട്ട് പറഞ്ഞു വില ഇടിയാൻ പോവുകയാണ്, ഒരു പിടി 16. 4 ദിവസം നിങ്ങളുടെതാണെന്ന് പറഞ്ഞത് 5-ാം ദിവസം പോലും വേറൊരുത്തൻ്റെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട്? 16 ലക്ഷത്തിൻ്റെ കടലാസ് കയ്യിലുണ്ട്. ഇത് കൊണ്ടുപോയി നിങ്ങൾ വേറൊരുത്തന്നെ കൊടുത്തിട്ട് ബുദ്ധിമാന്മാരായി കളിക്കുന്ന മുഴുവൻ വളരെ ബുദ്ധിമാന്മാരുടെ കളികളാണിതെല്ലാം.
അപ്പോഴാണ് രാജ്യത്തിൻ്റെ മിൻറ്റിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിട്ട് വരുന്നത്. മിൻറ്റിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. പ്രധാനമന്ത്രിയും ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ചു, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ ഈ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, നമ്മുടെ കാര്യമൊക്കെ അവതാളത്തിൽ 5 കൊല്ലം കഴിഞ്ഞ് ഇറക്കി വിടുകയാണെങ്കിൽ വെറുതെ പോകണ്ടേ. ഏതായാലും ഇപ്പം മിൻറ്റ് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ആളാണ് ഇപ്പോൾ അവിടുത്തെ ഗവർണറും. മിൻറ്റാണെങ്കിൽ ഇന്ത്യയിലല്ല വെളിയിലുമാണ്. നമ്മുടെ പണം അടിക്കുന്ന സ്ഥാപനം വെളിയിലാണ്. അവരെന്തായാലും ശരി നമ്മുടെ അടിക്കുന്ന 100ൻ്റെ കൂടെ 100 വേറെ അടിച്ച് കയറ്റുന്നുണ്ട് അവർക്ക് പ്രയോജനത്തിന്. അവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ കൊണ്ടുവന്നത് വിതരണവും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു 12 ലക്ഷം അടിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 കോടി അടിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്. എന്തിനാടോ ഈ 10 കോടിയാക്കുന്നത്? നമ്മൾ അടിക്കുകയാണെങ്കിൽ അതൊരു കണ്ടെയ്നർ ആയിക്കോട്ടെ, കുറവൊന്നും വരുത്തണ്ട. ഈ ഒരു കണ്ടെയ്നറിൽ ഇവനൊപ്പിട്ടു മോള് മുതൽ താഴെ വരെ പങ്കുവെച്ച് ഇങ്ങോട്ട് എത്തിയാൽ ഈ പേപ്പറിൻ്റെ പളവളപ്പ് കണ്ട് നിങ്ങൾ എല്ലാം അങ്ങ് പെറുക്കി കൊടുക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിയല്ല? ഇത്രയേ ഉള്ളൂ എൻ്റെ നിത്യജീവിതം എടുത്താൽ. ഇതിനിടയിൽ ഈ കണ്ടെയ്നറും നോട്ടും മന്ത്രിയും നിങ്ങളും ഒക്കെ അസ്വസ്ഥരായി ജീവിതം മുഴുവൻ. ഒരു നേരം ഒരു ചായ പോലും ശാന്തമായി കുടിക്കുന്നുമില്ല, ശാന്തമായി വസിക്കുന്നുമില്ല, ശാന്തമായി ജീവിക്കുന്നുമില്ല. ശാന്തമായി ആരെങ്കിലും ജീവിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കണ്ണിക്കടിയായി. കാരണം നിങ്ങൾ കട പൂട്ടാൻ നേരത്ത് അപ്പുറത്തൊരുത്തന് ഇരിപ്പുണ്ട്, ഇതൊന്ന് പൂട്ടിയാൽ അവിടെ കിടന്നൊന്നുറങ്ങാൻ. ഈ 3 ദിവസം ഒരുമാതിരി സുഖമായി ബെഞ്ചേ കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. ശരിയല്ല? കാരണം മൊബൈൽ ഇല്ലായിരുന്നത് കൊണ്ട്, റേഞ്ച് ഇല്ലാത്തത് കൊണ്ട്, റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നിട്ടും ഇടയ്ക്ക് ദുഃഖിച്ചു, ഞാൻ കണ്ടു ആ മൂലയ്ക്ക് പോയി എന്ന് വിളിച്ച് ദുഃഖിക്കുന്നത്. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഞാൻ കണ്ടത് ഞാൻ ആരെയും പിടിക്കുന്നുമില്ല. പിടിക്കുന്നുണ്ടെങ്കിലല്ലേ വിടണ്ടുള്ളൂ. അന്ന് പറഞ്ഞില്ല, അതൊക്കെ മഹാന്മാരുടെ പേര് കൂട്ടി പറയേണ്ടതാണ്. ഇത് ഞാൻ അതിൻ്റെ തമാശയ്ക്ക് പറഞ്ഞു, ആ പറഞ്ഞതിന് മറുപടി പറഞ്ഞതാ. മറ്റത് ഞാൻ പറയേണ്ടതല്ല, അത് പരമ്പരയുടെ തലമാണ്. അതിലെന്ന് പറയുമ്പോൾ ഞാനെന്നൊരു പദവും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. ഇതതിൻ്റെ ആ ഒഴുക്കിൽ പറഞ്ഞതാണ്. സോ അപ്പോൾ ഇത് വന്നാലും ദുഃഖമായി. ഇപ്പോൾ ഒരു നിമിഷം ദുഃഖിക്കുന്നില്ല. അപ്പോൾ ഈ കട അടയ്ക്കാൻ പോവുകയാണ്. അവൻ രാവിലെ മുതലേ അസ്വസ്ഥനാണ്. 12 മണി വരെ ഇവിടെ ഇരുന്ന് ചിലവഴിച്ചു. 12 മണിക്ക് ഇവൻ ലൈറ്റ് ഓഫ് കടയടച്ചാൽ ആ തിണ്ണലൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ പാവ അപ്പുറത്ത് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ ആലോചിച്ചു, കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യം ബെഡും ഷീറ്റും ഒക്കെ ഉണ്ട്, എന്നാലും അത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം. ജാഗരക്ലിഷ്ടനായി അസ്വസ്ഥ ചിത്തനായി സാഗരം മെല്ലെ വിരിമണൽ വെത്തമേൽ താനേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന പോലെ കിടക്കണം. അപ്പോൾ ഇവനിവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. ആ ബക്കറ്റിലെ വെള്ളം എടുത്തൊരു ഒഴി ഒഴിച്ചു. ശുദ്ധമാക്കുന്നതല്ല, ഇവൻ ജീവിതത്തിൽ ഉറങ്ങിയിട്ടില്ല. ആ തിണ്ണെ പോലും ഒരുത്തൻ കിടന്നുറങ്ങരുത്. പിന്നെ ഇവൻ്റെ പിള്ളേരും കൂടെ എങ്ങനെ ഉറങ്ങും എന്നാലോചിച്ച് നോക്കുക. ഇവനല്ല, ഇവൻ്റെ പിള്ളേർ പോലും ഉറങ്ങുകയല്ല. പിന്നെ അവനവിടെ കിടക്കുകയാണെങ്കിൽ കള്ളം കയറാതെങ്കിലും ഇരിക്കും. അതിന് കാവക്കാരന് പൈസ പോലും കൊടുക്കണ്ട. പക്ഷെ അത്രയും പോലും സ്വസ്ഥനാകാൻ അവന് ഇഷ്ടമില്ല. എങ്ങനെയോ അങ്ങനെ ജീവിക്കാൻ അവന് ഇഷ്ടമില്ല. ശരിയല്ല? ശരിയല്ലെന്നാണോ പറഞ്ഞത്? ശരിയല്ലെന്നാണോ പറഞ്ഞത്? അല്ല, ഓരോരുത്തരും അടുത്തിരുന്ന ആളിനെ ചൊറിഞ്ഞിട്ട് ചോദിക്കുമ്പം ഇത് ശരിയല്ലെന്നാണോ പറഞ്ഞത്? നാളെ മുതൽ വെള്ളം ഒഴിക്കേണ്ടതാണോ പറഞ്ഞത്?
ഓ അത് ശരി, അപ്പം ഇതുവരെ ഒഴിച്ചില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒഴിക്കാമല്ലോ എന്നുള്ളതായി. ഹോമിയോ ഷോപ്പ് ടൗണിലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നേട്ടത്തിനോ എന്തെങ്കിലും കോട്ടത്തിനോ ആണ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തിട്ടും അവൻ അസ്വസ്ഥനാണ്. എനിക്കൊന്നിലും നേട്ടമില്ല, ഒന്നിലും കോട്ടവുമില്ല, എൻ്റെ ഒന്നും നഷ്ടപ്പെടുന്നില്ല, എനിക്കൊന്നും ലഭിക്കുന്നുമില്ല. എന്നിട്ടും ഞാൻ ഉറങ്ങുന്നത് കൊണ്ടെനിക്ക് നഷ്ടമില്ല, ഉണർന്ന് അധ്വാനിക്കുന്നത് കൊണ്ടെനിക്ക് നേട്ടവുമില്ല. നാസ്തി, നേട്ടമോ ഇല്ല. അസ്മാത് നാശോല്ലാസവും, അതുകൊണ്ട് നഷ്ടചിന്തയോ ഉന്മേഷമോ വെടിഞ്ഞ്, വിഹായ വെടിഞ്ഞ്, അഹം ഞാൻ യഥാസുഖമാസേ, സുഖമായി വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വസിക്കാൻ ദുഃഖങ്ങളൊന്നുമില്ല. ഉറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം വരുമെന്നോ യത്നിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടാകുമെന്നോ ഞാൻ കരുതുന്നില്ല. എനിക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല. ആകയാൽ നഷ്ടചിന്തയും ലാഭചിന്തയും വെടിഞ്ഞ് ഞാൻ സുഖമായി കഴിയുന്നു. 7 സുഖാദിരൂപാനിയമം ഭാവേഷ്വാലോക്യ ഭൂരിശഃ ശുഭാശുഭേ വിഹായസ്മാത് അഹമാസേ യഥാ സുഖം സുഖാദിരൂപാനിയമം ഭാവേഷ്വാലോക്യ ഭൂരിശഃ ശുഭാശുഭേ വിഹായസ്മാത് അഹമാസേ യഥാ സുഖം ഭാവേഷു സുഖാദിരൂപാനിയമം ഭൂരിശഃ ആലോക്യ അസ്മാത് അഹം ശുഭാശുഭേ വിഹായ യഥാസുഖം ആസേ. ഭാവേഷു, ഭാവങ്ങളിൽ, പദാർത്ഥങ്ങളിൽ, ഭാവം പദാർത്ഥം, ഭാവേ പദാർത്ഥങ്ങളിൽ, ഭാവേഷു ബഹുവചനമായതുകൊണ്ട് വിവിധ പദാർത്ഥങ്ങളിൽ, അനേകവിധ പദാർത്ഥങ്ങളിൽ സുഖാദിരൂപ അനിയമം, സുഖാദികളുടെ അനിയതത്വം, നിയതമില്ലായ്മ, വസ്തുക്കളിൽ സുഖാദി നിയതത്വമില്ലായ്മ കൊണ്ട് അത് ഞാൻ വേണ്ടുവോളം ദർശിച്ചിരിക്കുന്നു. എനിക്കിന്ന് ഉറപ്പാണ്, ഒരു പദാർത്ഥത്തിലും സുഖമില്ല. അത് ഞാൻ കണ്ടു, അത് വേണ്ടത്ര ഞാൻ ദർശിച്ചു. പദാർത്ഥം സുഖമാണെങ്കിൽ അത് എക്കാലത്തും സുഖം തരണം. അത് തരുന്നില്ല. ഒന്നെൻ്റെ ജാഗ്രതയിലുള്ള പദാർത്ഥം സ്വപ്ന സുഷുപ്തി കാലങ്ങളിലില്ല. അപ്പോൾ ആ പദാർത്ഥം സ്വപ്ന സുഷുപ്തികളിൽ സുഖം തരുന്നില്ല. ഞാൻ കിടക്കുന്ന ബെഡും കട്ടിലും പോലും ഉറങ്ങിയാൽ പിന്നെയില്ല. ജാഗ്രതയിൽ അച്ഛൻ സുഖമായി തോന്നുന്ന കുഞ്ഞിനെ അച്ഛൻ്റെ കൂട്ടത്തിൽ കിടത്തിയുറക്കിയിട്ട് അമ്മൂമ്മ ഉറങ്ങിയ കുഞ്ഞിനെ എടുത്ത് അമ്മൂമ്മയുടെ കട്ടിലേ കൊണ്ട് കിടത്തുന്നത് പോലെ, മനസ്സിലായില്ല, അമ്മയുടെ കൂടെ ഞാൻ കിടക്കൂ എന്ന് നിർബന്ധമുള്ള കുഞ്ഞിനെ
അമ്മയുടെ കൂടെ ഉറങ്ങാൻ വിട്ട് ഉറങ്ങിയെന്നായാൽ എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് കടത്തുന്നത് പോലെ ഉറക്കത്തിൽ അമ്മയുടെ കൂടെയുള്ള സുഖം, അല്ല, ഉണർവിൽ അമ്മയോട് കൂടിയുള്ള സുഖം ഉറക്കത്തിലില്ല. ജാഗ്രത്തിൽ ഇതെൻ്റെ ഭർത്താവാണ്, എൻ്റെ സ്വന്തമാണ് എന്ന് സുഖം തോന്നുന്ന ഭാര്യ കയ്യുമൊക്കെ അയാളിലേക്ക് വെച്ച് കിടന്നുറങ്ങി, അയാൾ ഉണർന്നു കിടന്ന് ഇവളുറങ്ങിയോ എന്ന് നോക്കി നന്നായി ഉറങ്ങി